നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബി.ജെ.പി. അതിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നു. പാലക്കാട് അവർ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. മഞ്ചേശ്വരം ഇത്തവണ തങ്ങളുടെ കൈപ്പിടിയിലെത്തുമെന്നാണ് ഇവർ പറയുന്നത്. 2016 അക്കൗണ്ട് തുറന്ന് 2021 അക്കൗണ്ട് പൂട്ടി വീണ്ടും അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. അത് പഴയതുപോലെയല്ല. തങ്ങളുടെ തലമുതിർന്ന നേതാക്കന്മാർ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. ഇത്തവണ 2020 കൂടി വന്നതോടുകൂടി എറണാകുളത്തടക്കം കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, തൃക്കാക്കരയൊക്കെ അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണെന്നാണ് പറയുന്നത്. എന്താണ് ബി.ജെ.പിയുടെ ഒരു ഭാവി, അല്ലെങ്കിൽ എൻ.ഡി.എയുടെ കേരളത്തിലെ ഒരു ഭാവി? ഒന്നാമത്തെ കാര്യം, ഞാൻ കണക്കാക്കുന്നത് 5 സീറ്റിലാണ് അവർക്ക് ശക്തമായ മത്സരം കൊടുക്കാൻ കഴിയുക. ഇവിടെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന 5 സീറ്റുകളെ കേരളത്തിലുള്ളൂ. ബാക്കി സീറ്റുകളിലൊക്കെ അവർ പറയാമെന്നല്ലാതെ അന്തിമമായി അവർക്ക് അവിടെ എത്താൻ കഴിയില്ല. അവർ കണക്ക് വെച്ചിട്ട് അത് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ നിയമം, അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന മണ്ഡലം, അവരുടെ കണക്കുകൾ വളരെ കൃത്യമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് നല്ല ലീഡ് കിട്ടി, ശശി തരൂരിന് മേൽ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ 7000 വോട്ടിന്റെ ലീഡുണ്ട്. ഇതൊക്കെയാണ് അവരുടെ ഒരു വാദം. പിന്നെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്, വികസനാണ് പറയുന്നത്. അത് ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഏറ്റവും ചാൻസ് ഉള്ള സീറ്റ് നിയമമാണ് എന്നാണ്. പക്ഷെ അവിടെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയാണ്. അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ശിവൻകുട്ടി. അടിയിൽ വേരുള്ള, ധാരാളം പ്രവർത്തന പരിചയമുള്ള, ഞങ്ങളൊക്കെ ഏതാണ്ട് ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ആളുകളാണ് SFI കാലത്ത്. അപ്പോ അത്ര പെട്ടെന്ന് ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ശശി തരൂർ അനുകൂലമായി വന്നുള്ള ട്രെൻഡ്. അത് ശശി തരൂരിന് ചെയ്ത വോട്ടൊന്നുമല്ല, ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ചെയ്യുന്ന വോട്ടാണ്. അങ്ങനെ ഒരു മതേതര കൺസോളിഡേഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ ബി.ജെ.പിക്ക് അവിടെ പഴയ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് മാത്രം നമുക്ക് വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും. പക്ഷെ അതൊരു സൂചനയാണ് എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എങ്കിൽ പോലും നേമം സീറ്റിൽ ഇത്തവണ കടുത്ത മത്സരം നടത്തി ജയിക്കാനായാൽ ജയിക്കാം. കാരണം അവിടുത്തെ UDF സ്ഥാനാർത്ഥി വളരെ ദുർബലമായിരിക്കും. കാരണം അത്രയും വോട്ട് പിടിക്കാനുള്ള ശേഷി അവർക്കില്ല. UDFന് അവിടെ അത്ര വോട്ടില്ല. അങ്ങനെ വരുമ്പോൾ വോട്ട് കൺസോളിഡേഷൻ ശിവൻകുട്ടിക്ക് അനുകൂലമായി വരികയും അത് വിജയിപ്പിക്കുകയും ശിവൻകുട്ടിയെ വിജയിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയ്ക്ക് കാണുന്നു. വട്ടിയൂർക്കാവ് ബി.ജെ.പിക്ക് ഒരു സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. ഒരു സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ശ്രീലേഖയാണ് സ്ഥാനാർത്ഥി. ശ്രീലേഖയ്ക്ക് അവിടുത്തെ ബി.ജെ.പിക്കാർ തന്നെ ആത്മാർത്ഥമായി പണിയെടുക്കുമെന്നുള്ളൊരു സംശയമുണ്ട്. ശ്രീലേഖ ഈ പഴയ ഇതിലത്തെ കണക്കൊന്നും കാര്യമില്ല. തദ്ദേശ കണക്കോ അല്ലെങ്കിൽ മറ്റേ കണക്കോ ഒന്നും ഒരു കാര്യമില്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇത്തവണ വരുന്നത് മുരളീധരൻ. മുരളീധരൻ വട്ടിയൂർക്കാവ് MLA ആയിരുന്നു. വട്ടിയൂർക്കാവിൽ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ക്യാമ്പയിൻ ചീഫായി അവിടെ നിന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും 10 സീറ്റ് 20 സീറ്റായിട്ട് ഉയർത്തി. കോൺഗ്രസിന്റെ വോട്ട് പെർസെൻറ്റേജ് കൂട്ടി. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് മുരളീധരൻ കരുണാകരന്റെ മകൻ എന്ന നിലയിലും ഒരു പൊളിറ്റിക്കൽ ടാക്ടീഷ്യൻ എന്ന നിലയിലും ചെറിയ കാൻഡിഡേറ്റ് അല്ല. പിന്നുള്ളത് അവിടെ സിറ്റിംഗ് MLA VK പ്രശാന്താണ്. പ്രശാന്ത് പോപ്പുലർ ആണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം പ്രശാന്തിന് നേരെ എത്രത്തോളം വരുമെന്നും, പ്രശാന്തിന് നേരെയും പിണറായിക്ക് നേരെയും, മാത്രമല്ല ഭരണ കേന്ദ്രത്തിലാണ് ഇരിക്കണേ എന്നുള്ളതുകൊണ്ട് അത് എത്രത്തോളം വരും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അവിടെ മത്സരം പ്രശാന്തും മുരളീധരനും തമ്മിലാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവിൽ ഈ പറയുന്ന ചാൻസ് ഒന്നുമില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ കോർപ്പറേഷന്റെ ഭരണം തുടങ്ങി, പൊങ്കാല ഇങ്കാല പ്രശ്നങ്ങൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു കുഴപ്പം. മൂന്നാമത്തെ അവര് ഉദ്ദേശിക്കുന്ന മണ്ഡലം കഴക്കൂട്ടാണ്. കഴക്കൂട്ടത്ത് ഇത്തവണ ഇപ്പോ കടകംപള്ളി സുരേന്ദ്രനുണ്ട്, കോൺഗ്രസിന്റെ വർക്കല കഹാറാണ് എന്നാണ് കേൾക്കുന്നത്, അറിയില്ല. വി മുരളീധരനുണ്ട്. വി മുരളീധരന് യഥാർത്ഥത്തിൽ കഴക്കൂട്ടത്ത് കഴിഞ്ഞ ഇതിന്റെ ലീഡ് കിട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആ തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ്, അതിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്ക് എത്രത്തോളം നെഗറ്റീവ് അവിടെ വരും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശബരിമല ജനങ്ങളെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ശബരിമല വല്ലാതെ കടകംപള്ളിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് വരികയാണെങ്കിൽ മാത്രമാണ് മുരളീധരൻ എന്തെങ്കിലും ആലോചിക്കാനുള്ളത്. ഒരുപക്ഷെ ആ വോട്ട് വർക്കല കഹാർ AND കടകംപള്ളി വോട്ട് വർക്കല കഹാറ UDF ആണ് പിടിക്കുന്നതെങ്കിൽ മുരളീധരന് ഒരു ചാൻസും ഇല്ല. അങ്ങനെയാണ് അത് കാണുന്നത്.
പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഈ എറണാകുളത്ത് തൃപ്പൂണിത്തുറയൊക്കെ പറയുന്നത് വെറുതെയാണ്. തൃപ്പൂണിത്തുറ പിന്നെ ഈ അഖിൽമാർ അല്ലെ എന്താ സിനിമ നടിയാണ് അല്ലാന്ന് കേട്ട സിനിമ നടിയെ നിർത്തിയിട്ട് തൃപ്പൂണിത്തുറ ജയിക്കാന്ന് BJP വിചാരിക്കുന്നുണ്ടോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് തുറവൂർ വിശ്വംഭരസാദ് നിന്നപ്പോൾ കിട്ടിയ വോട്ട് പോലും KS രാധാകൃഷ്ണൻ വന്നപ്പോൾ കിട്ടിയില്ല. ഇനി 2020 അങ്ങനെ വലിയ മാസീവായി വോട്ട് കിട്ടുന്ന ഒരു പഞ്ചായത്തും അതിലില്ല. അതും പറയണം. 2020 കഴിഞ്ഞവണൊക്കെ ഇലക്ഷൻ മത്സരിച്ച് 6000 8000 ഒക്കെ വോട്ട് പിടിച്ച സ്ഥലങ്ങളാണ്. ഇനി ആ 2020 അല്ല ഇപ്പൊ. കഴിഞ്ഞ തവണ എല്ലാവരോടുള്ള ദേഷ്യം തീർക്കാൻ 2020 വോട്ട് ചെയ്തവരുണ്ട്. എനിക്കറിയാം 2020 നമുക്ക് ഒരു നോട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ബലത്തിലാണ് എറണാകുളം ജില്ലയിൽ പല സ്ഥലത്തും 2020 ആളുകൾ വോട്ട് ചെയ്തത്. ഇത്തവണ 2020 ഈ നോട്ട് നോട്ടയ്ക്ക് ഈ നോട്ടല്ല, BJPക്ക് ഈ നോട്ടാണ്. അപ്പൊ കഴിഞ്ഞ തവണ UDF-നോടും LDF-നോടും BJP-യോടും വിരോധമുള്ള ആളുകൾ ചെയ്ത വോട്ട് ഇത്തവണ BJPക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളുന്നില്ല. എനിക്ക് കുന്നത്ത് നാട്ടിൽ അനുഭവം പറയാം. ഇവരുടെ സെന്റർ അതാണല്ലോ. കുന്നത്ത് നാട്ടിൽ 2020 BJP മുന്നണിയിലേക്ക് പോയതോടുകൂടി അവരുടെ ശക്തി പകുതിയെങ്കിലും പോയിട്ടുണ്ട്. പകുതിയിൽ കൂടുതൽ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ വിഭാഗത്തിൽ. ഈ സാബു ജേക്കബ് എന്തൊക്കെ വർഗീയ പറഞ്ഞാലും ആ വിഭാഗത്തിലെ ആളുകൾക്ക് BJP-യോട് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ BJP-യോട് പോയി എന്ന് പറഞ്ഞാൽ അത് കച്ചറയായി. അതുകൊണ്ട് ആ കുന്നത്ത് നാട് പോലും അവർക്ക് പ്രത്യേകിച്ച് ഒരു ചാൻസും ഇല്ല. ഈ BJP-യുടെ വോട്ടും ഇതും കൂടി കൂട്ടിയാൽ 1-1 2 തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ചിലപ്പോൾ ഇമ്മണി വലിയ ഒന്നാവും, ചിലപ്പോൾ വളരെ ചെറിയ ഒന്നാവും, ചിലപ്പോൾ 0 അങ്ങനെയാണ്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ അങ്ങനെ വലിയ പ്രതീക്ഷയൊക്കെ പത്രക്കാരും മാധ്യമങ്ങളും ഉണ്ടാക്കുന്നല്ലാതെ ഞാനൊരു പ്രതീക്ഷയും കാണുന്നില്ല. കുറച്ചുകൂടി അവർക്ക് അടുത്തുള്ള ഒരു സ്ഥലം പാലക്കാടാണ്. പാലക്കാട് ഇപ്പൊ പുതിയ സ്ഥാനാർത്ഥിയാണ് UDF-ന് വരാൻ പോണത്. രമേശ് പിഷാരടിയാണെന്ന് പറയുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ്, അതല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ട് പറയുമ്പോൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പാലക്കാട് ആദ്യമായിട്ടല്ല ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്, ഇതിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ട്, ഷാഫിയോട് മത്സരിച്ചിട്ടുണ്ട്. ഒരു ആദ്യഘട്ടത്തിലൊക്കെ വലിയ ചലനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു E. ശ്രീധരൻ. അങ്ങനെ കാണണം. ശോഭാ സുരേന്ദ്രന് കിട്ടുന്നത് BJP-യുടെ വോട്ടും കുറച്ച് കരച്ചിലൊക്കെയാണ്. E. ശ്രീധരൻ അങ്ങനെ ആയിരുന്നില്ല. E. ശ്രീധരൻ മിഡിൽ ക്ലാസിന്റെ വിജയത്തിന്റെ വികസനത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രതീക്ഷ എന്നുള്ള അർത്ഥത്തിൽ വലിയ തോതിൽ മിഡിൽ ക്ലാസ് വോട്ട് അന്ന് പിടിക്കാൻ പറ്റി. എന്നിട്ടും അവിടെ ഷാഫി ജയിച്ചു. അപ്പോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, പാലക്കാട് BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ പാലക്കാട് നഗരസഭ രാഹുൽ മാങ്കൂട്ടം ചീഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അല്ലേ? നമുക്ക് ഓർമ്മയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് 6 ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ MLA ആണ്. MLA അപ്പോഴുമാണ്. UDF-ന് കേൾക്കാത്ത ചീത്തയില്ല. എന്നിട്ടും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJPയോട് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയത്. UDF-ന്റെ സീറ്റ് കൂടുകയത്. LDF-ന്റെയും കൂടിയിട്ടുണ്ട് കുറച്ച്. എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഗംഭീരമായി അങ്ങനെ എന്തൊരു വലിയ മാർജിനിൽ പോകാൻ വഴിയില്ല. മാത്രമല്ല അതില് LDF എടുത്ത നിലപാട് ശരിയാണോ എന്ന് വളരെ സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്വതന്ത്രനെ ഇവിടെ നിർത്താൻ പോകുന്നു, അത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സ്വതന്ത്രനെ. അതാണ് പ്രശ്നം. അത് ശോഭാ സുരേന്ദ്രന് അനുകൂലമാവുമോ എന്നൊരു ഭയം ഉണ്ട്. ഒരു പക്ഷെ അങ്ങനെ വന്നാൽ, പക്ഷെ അങ്ങനെ വന്നാൽ അത് LDF-ന് വലിയ ദോഷം ചെയ്യും. കാരണം ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ LDF സ്ഥാനാർത്ഥി നിർത്തി എന്ന് പറയുന്ന തരത്തിൽ ഒരു മഞ്ചേശ്വരത്ത് അത് ചെയ്തില്ല. പക്ഷെ പാലക്കാട് അത് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നു. നമുക്കറിയില്ല, സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നിട്ടില്ല. അല്ലെങ്കിൽ രമേശ് പിഷാരടി ഒരു വലിയ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല, പക്ഷെ രമേശ് പിഷാരടിക്ക് സ്വാധീനിക്കാവുന്ന ഒരു മണ്ഡലമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ അയാൾ ചിലപ്പോൾ വന്നേക്കും. മാത്രമല്ല അയാള് ആദ്യമായി കയറി വന്നൊരു സിനിമാ നടനായി സുരേഷ് ഗോപി ഒന്നും വന്ന പോലെ വന്നതല്ല. അയാൾ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഷാഫിക്ക് വേണ്ടി വന്നിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ പാലക്കാട് തന്നെ പലവട്ടം വന്നിട്ടുള്ള ഒരാളാണ്. ഗണേഷ് കുമാറിന്റെ പോലെ ഒരാളാണ്. അല്ലാതെ അയാള് മറ്റേ ജഗദീഷൊക്കെ വന്ന പോലെയുള്ള രാവിലെ എനിക്ക് വന്ന ആളല്ല, രാഷ്ട്രീയമുള്ള ആള്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് കൺസോളിഡേഷൻ ശോഭാ സുരേന്ദ്രനെതിരായി ഉണ്ടാകും അന്തിമമായി എന്നാണ് എന്റെ കണക്കൂട്ടൽ. അങ്ങനെ വന്നാൽ അവിടെയും മത്സരം കാഴ്ചവെക്കാൻ ശോഭയ്ക്ക് കഴിയും. അവസാനമുള്ള ചാൻസുള്ള ഒരു സ്ഥലം മഞ്ചേശ്വരം. മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ്. പലപ്പോഴും കപ്പിനും ലിപ്പിനും ഇടയിൽ അവിടെ നഷ്ടപ്പെട്ടുള്ളതാണ്. പക്ഷേ ആ കാസർഗോഡിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ കാരണം. കാസർഗോഡ് തന്നെ മഞ്ചേശ്വരത്ത് അവർക്കുണ്ടായിരുന്ന ചില പഞ്ചായത്ത് പോയി.
BJPക്ക് ഭരണം ഉണ്ടായിരുന്ന ചില പഞ്ചായത്തുകൾ അവർ നഷ്ടപ്പെട്ടു. മാത്രമല്ല അവിടുത്തെ LDF കാൻഡിഡേറ്റ് ഈ കാര്യത്തിൽ ഒരു നല്ല തീരുമാനമാണ് LDF എടുത്തതെന്ന് ഞാൻ കണക്കാക്കുന്നു. പിന്നെ LDFനോട് ജയിക്കാൻ പറ്റില്ല, നേരത്തെ നിയമത്ത് പറഞ്ഞ പോലെ LDFന് ജയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു എന്താ പറയുക, മതേതര ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല അവിടെ വന്നിട്ടില്ല. ഒരു കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈ കർണാടക ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ജയാനന്ദ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആ വോട്ട് കയറി പിടിക്കാൻ പോണത് സുരേന്ദ്രന്റെ വോട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് സുരേന്ദ്രൻ ഇപ്പൊ തന്നെ കരഞ്ഞു തുടങ്ങി, അവരവിടെ അഡ്ജസ്റ്റ്മെന്റിലാണല്ലോ നിൽക്കണേന്നൊക്കെ. അത് സ്വാഭാവികമാണ്. കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. LDFന്റെ ഒരു സീറ്റ് കൂടിയാലും UDFന്റെ ഒരു സീറ്റ് കൂടിയാലും BJPയുടെ ഒരു സീറ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് വേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അവർ ഫുട് ഹോൾഡ് കൊടുക്കരുതെന്ന് ഞാൻ എൻ്റെ രാഷ്ട്രീയമുള്ള ആളാണ്, കൃത്യമായി രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്, അല്ലാണ്ട് അതിലൊരു നിരീക്ഷകൻ എന്നുള്ള എനിക്ക് മാത്രമല്ല. അപ്പൊ ആ അർത്ഥത്തിൽ BJPക്ക് അങ്ങനെ ഒരു 2020 വന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു സീറ്റിൽ മേൽക്കൈ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ചിലപ്പോ ചില സ്ഥലങ്ങളിൽ നെഗറ്റീവാവും. പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെയൊക്കെ ഇറക്കിയിട്ടുള്ള കളിയാണെങ്കിൽ കേരളത്തിൽ അതൊന്നും ആളുകൾ അങ്ങനെ ഒന്നും ഏൽക്കാൻ പോണില്ല. ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്തൊരു സിനിമാ താരത്തിനെ കൊണ്ടുവന്നാൽ അത് കേരളത്തിൽ പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. BJPക്ക് കിട്ടിയ വോട്ട് പോലും ചിലപ്പോൾ ഈ പറയുന്ന സ്ഥാനാർത്ഥി കിട്ടിക്കൊള്ളണമെന്നില്ല.